ഇത് കണ്ടോ നമ്മുടെ വീട്ടിലെ ഗോൾഡൻ പപ്പായ. ഇത് പഴുത്താലും പച്ചയാണേലും എല്ലാം ഒരേ കളർ തന്നെയായിരിക്കും കേട്ടോ. പഴുത്ത ഏതാ പച്ച ഏതാന്ന് കണ്ടാലേ മനസ്സിലാവും. ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടോ, നല്ല ചുവന്ന കളറായിരിക്കും. പെട്ടെന്ന് തന്നെ കായ്ക്കും കേട്ടോ. ആദ്യം താമസമൊന്നും വേണ്ട, നമ്മൾ നട്ടാൽ കായ്ക്കാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് പറഞ്ഞാലൊരു അലങ്കാരമായിട്ടോ അതൊക്കെ നട്ടു വെക്കാവുന്ന കേട്ടോ. ഒരു മേളയ്ക്ക് പോയപ്പം ഇങ്ങനെ മഞ്ഞ കളറിലുള്ള പപ്പായയുടെ ഒരു പടമൊക്കെ കാണിച്ചിട്ട് കവറിനകത്ത് കുറച്ച് കുരുയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരാഗ്രഹം മേടിക്കാൻ. അപ്പോൾ അങ്ങനെ വലിയ കാര്യത്തിൽ മേടിച്ചുകൊണ്ട് വന്ന് നട്ടു. പക്ഷെ നട്ട് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ സാധാരണ പപ്പായ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയപ്പം അവിടെ ഇങ്ങനെ 2 പപ്പായയുടെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അവർ ആ 2 തൈയിൽ നിന്ന് 1 പറിച്ചു തന്നാണ്. അതാണ് ഈ നിൽക്കുന്ന പപ്പായ കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇത് പച്ച, ഇത് കുഞ്ഞില കണ്ടോ, എല്ലാം നല്ല കുഞ്ഞ് പിഞ്ച് തന്നെ മഞ്ഞ കളറാണ്. ഇത് ഏകദേശം പഴുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ച് ഈ പലരും ചക്കയൊക്കെ പ്ലാവി വെച്ച് മുറിക്കുന്നുണ്ടെങ്കിൽ ഇത് ചക്ക മുറിക്കുന്നില്ല. അതിന് ഇതൊന്ന് മുറിച്ച് ഇങ്ങനെ ഇത്ര തന്നെ വെച്ചൊന്ന് മുറിച്ച് നോക്കാനാണ് എൻ്റെ ഒരു പ്ലാനേ. നോക്കാം, മുറിച്ചൊരു കഷ്ണം ഒന്ന് എടുത്ത് നോക്കാൻ. ഇത്ര തന്നെ വെച്ച് മുറിക്കണം എന്നൊരാഗ്രഹം, അതുകൊണ്ടാട്ടോ. ഇതൊക്കെ നല്ല ഓറഞ്ച് കളർ നിറച്ചും കുരുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതെന്താ അടുത്ത പരിപാടി, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഇങ്ങനത്തെ വിത്തകാലം ഞാൻ ഉണക്കിയെടുത്ത് വെക്കുന്നുണ്ട്. വിത്തൊക്കെ വേണ്ടവരെ വാട്സപ്പ് മെസ്സേജ് അയച്ചോ കേട്ടോ. വേഗം ഇനി നമുക്ക് തിന്ന് നോക്കാം. മഴ വരുന്നുണ്ട്, നമുക്ക് വേഗം പറിച്ചോണ്ട് പോവാം. ഇനി പപ്പ എന്ത് നോക്കിയാൽ എൻ്റെ പപ്പയാ കേട്ടോ. ഇനി പപ്പ വന്നിട്ട് അഭിപ്രായം പറയാ. എങ്ങനെയാ സാർ, ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ്. അടിപൊളി. അടിപൊളിയാണോ? എങ്ങനെയാണ് നോക്കിയാൽ തിന്നേ? ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയണേ. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല മധുരം കേട്ടോ. നമ്മുടെ മറ്റേ പപ്പായല്ലേ എന്നെക്കാളൊക്കെ നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേണ്ടവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോട്ടോ.